ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല രണ്ടെണ്ണം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു കെ ശങ്കരനാരായണനെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ശങ്കരനാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയകൃഷ്ണൻ. മഹാരാഷ്ട്ര ഗവർണറായിരുന്ന കെ ശങ്കരനാരായണന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം കോഴിക്കോട് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നപ്പോഴും കേരളത്തിൽ ധനമന്ത്രിയായിരുന്നപ്പോഴും UDF കൺവീനറായി പ്രവർത്തിച്ചപ്പോഴും ശങ്കരനാരായണൻ അത് പ്രകടമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്നും CN വിജയകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ കയറിയപ്പോൾ തന്നെ 2 മാസത്തേക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അത് വലിയ പ്രശ്നങ്ങളാവുകയും ഒച്ചപ്പാടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് കേരളത്തെ സാമ്പത്തികമായി ഉയർത്തിയത് ശങ്കരനാരായണ സാറായി. അത് അന്ന് ഡൽഹിയിൽ വാജ്പേയി ആയിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷെ വാജ്പേയിയുടെ ഗവൺമെന്റിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങണമെങ്കിൽ എനിക്ക് പൈസ തന്നേ തീരൂ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. ബലം പ്രയോഗിച്ചല്ല, സ്നേഹം പ്രയോഗിച്ച് അന്നത്തെ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങി കേരളത്തെ രക്ഷപ്പെടുത്തിയ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെയൊക്കെ കണ്ടുപഠിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തിലെയും ഈ പ്രാവശ്യത്തിലേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിമാർ പഠിക്കുന്നത് നല്ലതാണ്. എന്താണ് ശങ്കരനാരായണൻ എന്നൊക്കെ കേരളത്തിലെ നിയമസഭയിലെ പ്രസംഗങ്ങൾക്ക് നിയമസഭാ ലൈബ്രറിയിൽ വായിക്കാൻ കിട്ടുന്നതാണ്. അത് അവർ വായിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ. അതായിരുന്നു ശങ്കരനാരായണൻ സർ. പരിപാടിയിൽ M രാജൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമിതി ജനറൽ കൺവീനർ C ചാക്കുണ്ണി, KC അബു, NP അബ്ദുൽ ഹമീദ്, അഷറഫ് മണക്കടവ്, പ്രീമ മനോജ്, സാജു ജെയിംസ്, P ബാലനാരായണൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക പുസ്തക ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയ ലൈബ്രറികൾക്ക് സ്വന്തം രചനകൾ